ഹായ് കൂട്ടുകാരെ, ഹാപ്പി അല്ലേ എല്ലാവരും? നിങ്ങളിൽ പലർക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാകാം. കുറെ നാളുകൾക്ക് ശേഷം ഒരാളെ കണ്ടുമുട്ടുമ്പോൾ, അയ്യോ ഇതെന്നാ പറ്റി, നീ അപ്പടി കറുത്തു പോയല്ലോ, അയ്യോ നീ ആകെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ, എങ്ങനെ ഇരുന്ന കൊച്ചാ, ഇപ്പോഴത്തെ കോലം കണ്ടില്ലേ? ഇങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിനെ കുറിച്ച് നമുക്കിന്ന് ചിന്തിച്ചാലോ? ഐ എം JB, a certified life coach, relationship and mindset coach. കൂട്ടുകാരെ, നമ്മൾ ഒരു ഫംഗ്ഷന് വളരെ ഭംഗിയായിട്ട് ഒരുങ്ങി മിടുക്കിയായിട്ട് അങ്ങ് ചെല്ലുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ മിടുക്കനായിട്ട് അങ്ങ് ചെല്ലുമ്പോഴായിരിക്കും ചിലരുടെ ഇങ്ങനത്തെ കമന്റ്, നീ ആകെ കോലം കെട്ടുപോയല്ലോ. ചിലപ്പോഴൊക്കെ നമുക്കെന്ത് സംഭവിക്കും? നമ്മുടെ ആത്മവിശ്വാസം ഫുള്ള് ചോർന്നു പോയി നമ്മൾ സ്വയം ചിന്തിക്കാൻ തുടങ്ങും. ആ ഫംഗ്ഷൻ മുഴുവൻ അല്ലെങ്കിൽ ആ ദിവസം മുഴുവൻ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും, ദൈവമേ ഞാൻ ആകെ കോലം കെട്ടു പോയോ, ഞാൻ ഇത്രയ്ക്ക് മോശമാണോ? ഇങ്ങനെ നമ്മളും ചിലപ്പോ ചിന്തിച്ചേക്കാം. പക്ഷെ കൂട്ടുകാരെ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ തളർന്നു പോവുകയല്ല വേണ്ടത്. നമുക്ക് 3 രീതിയിൽ ഇതിനോട് പ്രതികരിക്കാം. ഒന്നാമതായി, ആത്മവിശ്വാസത്തോടു കൂടി അവരുടെ മുഖത്തേക്ക് നോക്കുക. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിൽ ഒന്നുമല്ല നമ്മുടെ ആത്മവിശ്വാസം. ഞാൻ നിറം കുറവുള്ളതാണെങ്കിൽ ഞാൻ അതിനെ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കോൺഫിഡൻസ് നമ്മുടെ മുഖത്ത് ഉണ്ടായിരിക്കണം. ഞാൻ എങ്ങനെയാണോ അതിനെ ഞാൻ അംഗീകരിക്കുന്നു. ഈ ഒരു കോൺഫിഡൻസോട് കൂടി അവർ നോക്കുമ്പോൾ തന്നെ അവർ ഉദ്ദേശിച്ച കാര്യമൊന്നും നടക്കാത്തതിന്റെ നിരാശ അവരുടെ മുഖത്തുണ്ടാകും. രണ്ടാമതായി, ഒരു പുഞ്ചിരിയോടെ നിന്നേക്കുക. അവരോട് തർക്കിക്കാനോ ഞാൻ ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പോയതുകൊണ്ടാണ് ക്ഷീണിച്ചു പോയത്, അല്ലെങ്കിൽ അങ്ങനെ ഓരോ കാരണങ്ങൾ വെച്ചിട്ട് നമ്മൾ അവരോട് ന്യായീകരിക്കാൻ പോകേണ്ട യാതൊരു ആവശ്യവുമില്ല. അത് അവർ ഡിസേർവ് ചെയ്യുന്നില്ല. ഒരു പുഞ്ചിരിയോടെ അവരോട് പ്രതികരിച്ചേക്കുക, ശാന്തനായി നിൽക്കുക അല്ലെങ്കിൽ ശാന്തയായി നിൽക്കുക. മൂന്നാമതായി, നമ്മൾ നമ്മുടെ മനസ്സിൽ പറയേണ്ട പ്രധാന കാര്യമെന്ന് പറയുന്നത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിൽ ഒന്നിലുമല്ല. എന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അത് എന്റെ മനസ്സിലാണ്, എന്റെ കോൺഫിഡൻസിലാണ്, എന്റെ കഴിവിലാണ്. എനിക്ക് ദൈവം തന്ന കഴിവിൽ, എനിക്ക് ദൈവം തന്ന നിറത്തിൽ, എനിക്ക് ദൈവം തന്ന രൂപത്തിൽ ഞാൻ ഹാപ്പിയാണ്. അതാവണം നമ്മുടെ കോൺഫിഡൻസ്. ആ ഒരു കോൺഫിഡൻസോട് കൂടിയായിരിക്കണം നമ്മൾ ഓരോരുടെ മുമ്പിൽ ചെന്ന് നിൽക്കേണ്ടത്. നമ്മളെ സ്നേഹിച്ചില്ലെങ്കിൽ പിന്നെ ആരാ നമ്മളെ സ്നേഹിക്കുന്നേ? അതുപോലെ തന്നെ കൂട്ടുകാരെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു ശീലമുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ അങ്ങനെ പറയരുത്. മറ്റുള്ളവരുടെ കുറവുകളിലേക്കും വിമർശിക്കാനുമല്ല നമ്മുടെ നാവ് ഉപയോഗിക്കേണ്ടത്. അവരെ പ്രശംസിക്കാൻ, അവരോട് നല്ല വാക്കുകൾ പറയാൻ, അങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ആരെക്കുറിച്ചെങ്കിലും മറ്റൊരാളോട് കുറ്റം പറയുമ്പോൾ ചിലപ്പോഴൊക്കെ മറ്റുള്ളവർ നമ്മളെ കേട്ട് നിന്നേക്കാം. പക്ഷെ എല്ലാവരെ കുറിച്ച് നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളെക്കുറിച്ച് മറ്റുള്ളവരുടെ അഭിപ്രായം വളരെ മോശമായിരിക്കും. നമ്മളെ കാണുമ്പോഴേ ആളുകൾ ഓടി ഒളിക്കാൻ തുടങ്ങും. അങ്ങനെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആരുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാതിരിക്കുക. എപ്പോഴും മറ്റുള്ളവരുടെ നന്മകളിലേക്ക് നോക്കുക, മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, സമാധാനം അതൊന്ന് അനുഭവിച്ച് നോക്കൂ കൂട്ടുകാരെ. അതുപോലെ തന്നെ കൂട്ടുകാരെ, മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തിയാലും ഒരു രീതിയിലും നമ്മുടെ ആത്മവിശ്വാസത്തെ നമ്മൾ കുറയ്ക്കരുത്. നമ്മളെ വില കുറച്ച് കാണുന്നവരെ തെറ്റാണെന്നോ അവരുടെ അഭിപ്രായം തെറ്റാണെന്നോ ഒന്നും നമ്മൾ സ്ഥാപിക്കേണ്ട ഒരാവശ്യമില്ല. നമ്മുടെ ജീവിത വിജയമായിരിക്കണം അവർക്കുള്ള മറുപടി. കൂട്ടുകാരെ, എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. വളരെ സന്തോഷത്തോടു കൂടി, ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് മുൻപോട്ട് പോകുവാൻ സാധിക്കട്ടെ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.